ഇന്ന് ഞാനൊരു ട്യൂണയുടെ സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാൻഡ്വിച്ചിൻ്റെ ഒക്കെ ഒരു സ്പ്രെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നൊരു ട്യൂണയുടെ ഒരു ക്യാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ ഓൾറെഡി കുക്ക്ഡായിട്ട് വരുന്ന ട്യൂണയുടെ പീസസ് ആണുള്ളത്. അത് സോൾട്ട് വാട്ടറിൽ ഇട്ടിട്ടാണ് വരുന്നത്. ഈ ക്യാൻ നമുക്ക് ഒരു 2 months ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു പെട്ടെന്നൊരു സാലഡ്, വൈകുന്നേരം നോർമൽ സാലഡൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് സോൾട്ടഡിലാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഫ്ലേക്സ് ആണ്, അതേപോലെ ചങ്ക്സ്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ട്യൂണയുടെ വെറൈറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം സോൾട്ട് വാട്ടർ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അഡീഷണലി സോൾട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തക്കാളി, 2 മീഡിയം സവാള, ഒരു ചെറിയ നാരങ്ങ, 2 പച്ചമുളക്, പെപ്പർ പൗഡർ, മയണൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒനിയൻ എടുത്തിട്ട് വളരെ ചെറിയ പീസസ് ആയിട്ടാണ് ചോപ്പ് ചെയ്താണ് എടുക്കേണ്ടത്. സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഒനിയൻ ചോപ്പ് ചെയ്യുന്ന പോലെ സ്ലൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഒനിയൻ എടുക്കേണ്ടത്. എത്രയും ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു ഇത്രയും ഫൈനായിട്ടാണ് നമ്മൾ ഒനിയൻ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ആവും. ട്യൂണയുടെ ക്യാനിൽ വളരെ ചെറിയ പീസുകളായിട്ടായിരിക്കും അത് സോൾട്ട് വാട്ടറിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പം അതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒനിയൻസ് ഭയങ്കര തിന്നായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മാറും. ഇനി ഞാൻ ഇതിലേക്കൊരു മീഡിയം ടൊമാറ്റോ ആണ് എടുക്കുന്നത്. ഇതിൻ്റെ സീഡ്സ് ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ സീഡ്സ് സെപ്പറേറ്റ് ആക്കുകയാണ്. സീഡ്സിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പം അത് ഓൾറെഡി സാലഡിലായിട്ട് ഭയങ്കര വാട്ടറി ആയിപ്പോകും സാലഡ്. അതുകൊണ്ട് നമുക്ക് ഈ ടൊമാറ്റോയുടെ സീഡ്സ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. സവാള പൊടിയായി അരിഞ്ഞ പോലെ തന്നെ തക്കാളിയും വളരെ ചെറിയ പീസസ് ആയിട്ട് വേണം ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. കാരണം തക്കാളി, സവാള ഇതെല്ലാം ട്യൂണയിൽ സാലഡിൽ നന്നായിട്ട് മിക്സ് ആകണം. ഓക്കെ, അപ്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഈ സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി നിങ്ങൾക്ക് ഒരു വലിയ ചില്ലി ആണെങ്കിൽ വലുതാണെങ്കിൽ ഒരു വലുതെടുത്താൽ മതി. കാരണം എല്ലാവർക്കും സ്പൈസിനനുസരിച്ച് നിങ്ങൾക്ക് ചില്ലി ആഡ് ചെയ്യാവുന്നതാണ്. കാരണം ഓൾറെഡി നമ്മൾ ഇതിലേക്ക് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം സ്പൈസ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചില്ലി ആഡ് ചെയ്യാം. നമ്മളിവിടെ 2 ചെറിയ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാനിൽ നിന്നാണ് നമ്മൾ ട്യൂണ എടുക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് തുറന്ന് കാണിക്കാം ഇതെങ്ങനെയാണുള്ളതെന്ന് ഉണ്ടാകും. നന്നായിട്ട് അവർ സീൽ ചെയ്തതാണ്. ഈ പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീസർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കരുത്. ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂണയുടെ ഒരു ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെടും. ഓൾറെഡി അത് സോൾട്ട് വാട്ടറിൽ സോഫ്റ്റായിട്ട് വരുന്ന ട്യൂണ പീസസ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ട്യൂണയും നമ്മൾ സാലഡിലേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരു കാരണവശാലും നമ്മൾ തുറന്നിട്ട് പിന്നെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് വെക്കരുത് ഫ്രിഡ്ജിലൊന്നും. ഓക്കെ, അപ്പം ഈ സോൾട്ട് വാട്ടറിൽ കിടക്കുന്ന ട്യൂണ ഫുഡാണ് ഓൾറെഡി. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. സോൾട്ടഡ് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല ഇതിൽ. നമുക്ക് ഈ ഇതിൽ സോൾട്ട് വാട്ടറാണ്. നമുക്ക് ഈ ട്യൂണ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് എടുക്കാൻ. നമുക്കത് ഒരു സ്ട്രെയിനറിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം കളയണം. അങ്ങനെ ഞാൻ പിഴിഞ്ഞിട്ട് ഞാനിതിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഫിഷൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക്, പിന്നെ ഈ ഒരു ട്യൂണയ്ക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഓൾറെഡി പെപ്പറും മയണൈസും ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു കോമ്പിനേഷനാണ് വരിക. നോർമലി ഫിഷ് വെച്ചിട്ട് നമ്മളങ്ങ് ഡിഷസ്, കറി, ഫ്രൈ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല. ഇത് നമ്മൾ ട്യൂണ ആയതുകൊണ്ട് നമുക്ക് ഇത് വൈറ്റ് ട്യൂണയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഇത് പിഴിയാം. ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മളത് പിഴിയാം. ഇതിലൊട്ടും വെള്ളമില്ല. ഈ ഒരു ഇങ്ങനെ പൊടിയണം. ഇതിങ്ങനെ പൊടിഞ്ഞിട്ട് ഇങ്ങനെ വരിക. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമുക്കിത് ആഡ് ചെയ്യാം. നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ച ട്യൂണയാണ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ ചെറിയ പൊടി പോലെ ആയിട്ടുണ്ട്. നമ്മൾ പിഴിഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് സോൾട്ട് അതിന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് സോൾട്ട് ആഡ് ചെയ്യണ്ട. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
സോ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ മറ്റേ ടൂണയുടെ ഫിഷിൻ്റെ ആയിട്ടുള്ള അങ്ങനെ സ്മെല്ലൊന്നുമില്ല. ഓൾറെഡി സോൾട്ട് വാട്ടർ വരുന്നതുകൊണ്ട് അങ്ങനെ സ്മെല്ലൊന്നുമില്ല. നമുക്കിത് കംപ്ലീറ്റ് ഒരു പൊടിയിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലെമൺ, ഒരു മീഡിയം ലെമൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ഇതിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് മയണൈസാണ്. കുറേശ്ശെ ആഡ് ചെയ്യാം ആദ്യം. ഓക്കെ, നമുക്ക് ഇത്രയും മയണൈസ് നമ്മൾ ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓൾറെഡി നമ്മൾ സോൾട്ട് ചേർത്തിട്ടില്ല, കാരണം മയണൈസിൽ ഉപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫിഷിലും ഓൾറെഡി സോൾട്ട് ഉണ്ട്. ഈ ഒരു ടെക്സ്ചർ മതിയാവും. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി കുറച്ചുകൂടെ മയണൈസ് ആഡ് ചെയ്യാം. ആ സമയത്ത് ലെമണിൻ്റെയും അതേപോലെ ടൂണ ഫിഷിൻ്റെയും മയണൈസിൻ്റെയും ഫ്ലേവർ ഈക്വലായിട്ട് നമുക്ക് കിട്ടും. കുറച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കാരണം മയണൈസിൻ്റെ മാത്രം ടേസ്റ്റ് വരാൻ പറ്റില്ലല്ലോ, ടൂണയുടെ നമ്മുടെ ടേസ്റ്റും കൂടെ വരണ്ടേ. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഈ മയണൈസിൻ്റെ ഈ ഒരു ഇതേ വരുന്നുള്ളൂ, കാരണം ഓൾറെഡി നമ്മൾ ടൊമാറ്റോയുടെ സീഡൊക്കെ റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ വെള്ളമില്ല. ടൂണ ഫിഷ് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞാണ് ഡ്രൈ ആക്കിയിട്ടാണ് ഇതിനകത്ത് ഇട്ടിരുന്നത്. ലെമൺ ജ്യൂസ് കറക്റ്റാണ്. ഈ ഒരു ടെക്സ്ചറാണ് ഇതിന് വരേണ്ടത്. ഇതിലേക്ക് നമ്മൾ ക്രഷ്ഡ് പെപ്പർ പൗഡർ, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കുരുമുളകിൻ്റെ ടേസ്റ്റിനും വരണ്ട. ഓൾറെഡി നമ്മൾ ചില്ലി ആഡ് ചെയ്തിരുന്നു. ഈ ഒരു സാലഡായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിൽ സാൻഡ്വിച്ചായിട്ടും കഴിക്കാം. ബ്രെഡ് സാൻഡ്വിച്ച്, ടൂണ ബ്രെഡ് സാൻഡ്വിച്ച്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞ് നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു മല്ലിയിലയുടെ ടേസ്റ്റും കൂടെ വരും. പക്ഷേ അതിനെക്കാട്ടി മല്ലിയില വേണ്ടെന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ടൂണ സാലഡാണ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.